ഹലോ കൂട്ടുകാരെ, നമ്മൾക്കിന്ന് സ്വാദുള്ള എളുപ്പത്തിലൊരു പുട്ട് റെഡിയാക്കിയാലോ. അതിലേക്കായി അരിപ്പൊടിയിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ചിരവിയെടുത്ത ക്യാരറ്റ്, അരിഞ്ഞ പച്ചമുളക്, അരിഞ്ഞ സവാള, കറിവേപ്പില, വറുത്തിടാൻ ആവശ്യമായ കടുക്, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നുപരിപ്പും കടുകും മുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച പച്ചമുളകും അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് 1 മിനിറ്റ് നേരത്തേക്ക് വഴറ്റി ആ വഴറ്റിയ മിശ്രിതം നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്തി കൊടുക്കണം. കൂട്ടത്തിൽ നമ്മൾ ചെരുവി വെച്ച ക്യാരറ്റും. ഇനി സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ പുട്ടുകുറ്റിയിൽ ആവശ്യത്തിന് തേങ്ങയും ഈ പുട്ടുപൊടി മിശ്രിതവും ആവശ്യത്തിന് നിറച്ച് ആവി വരുന്ന കുക്കറിൽ വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് ആവി കയറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പുട്ടിന് കറികളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ പുട്ട് നമുക്ക് പഴത്തിൻ്റെ കൂടെയോ പപ്പടത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.